ദക്ഷിണേഷ്യയുടെ കണ്ടക്സ്റ്റിൽ വന്ന എപ്പിക്കുകളാണ് രാമായണവും മഹാഭാരതവും ഒക്കെ. ഇപ്പോൾ ലോകത്തിലെ പല പ്രാചീന സംസ്കാരങ്ങൾക്ക് അവരുടേതായ എപ്പിക്കുകളുണ്ട്. ഇപ്പോൾ ഗ്രീക്ക് സംസ്കാരത്തിൽ ഇലിയാഡും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട സംഭവങ്ങളാണ് ഈ രാമായണവും മഹാഭാരതവും ഒക്കെ. അപ്പോൾ നമ്മൾ പലരും അതിൻ്റെ കഥകളൊക്കെ വായിച്ചിരിക്കാറുള്ളതാണ്. അത് വളരെ രസമാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ രാമായണത്തിലെ പല കഥാപാത്രങ്ങളും പല നെറേറ്റീവുകളും ഇന്ത്യയിലെയും പല രാജ്യങ്ങളിലെയും രാഷ്ട്രീയത്തെയൊക്കെ പലപ്പോഴും നിർണ്ണയിക്കാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ക്രൂഡ് എയറിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്ത്യയെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ രാമായണത്തിൽ നിന്നുള്ള പല കണ്ടക്സ്റ്റുകളും വളരെയധികം സ്വാധീനിക്കാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് ശ്രീരാമൻ. അപ്പോൾ ഒരു കണ്ടക്സ്റ്റിൽ ഇപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ഒപ്പീനിയനിൽ അവർ കാണുന്നത് മര്യാദ പുരുഷോത്തമനായിട്ടാണ്. അതായത് എങ്ങനെയാണോ ഒരു രാജാവ് പെരുമാറേണ്ടത് അതിൻ്റെ ഐഡിയൽ രൂപമായിട്ടാണ് ശ്രീരാമനെ കാണുന്നത്. അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ, അത് പ്രത്യേകിച്ചും ഹിന്ദുത്വാനുകൂല അല്ലെങ്കിൽ BJP ഒക്കെ രാമനെ ഒരു കൾച്ചറൽ സിമ്പിളായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അത് ഇന്ത്യയിൽ ഭയങ്കര ഡിവോഷണലായ എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൾച്ചറൽ ടേമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിൽ. കാരണം ഈ സീത അറിയപ്പെടുന്ന ജാനകി എന്നാണല്ലോ. അപ്പോൾ സീത വന്ന പ്രദേശം എന്ന് കരുതപ്പെടുന്നത് നേപ്പാളിൽ നിന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് നേപ്പാളും ഇന്ത്യയും തമ്മിലൊരു ഡിപ്ലോമാറ്റിക് തർക്കം തന്നെ ഉണ്ടായി. അതായത് എവിടെയാണ് രാമൻ ജനിച്ചത്, എവിടെയാണ് യഥാർത്ഥ അയോധ്യ എന്ന രീതിയിൽ തർക്കം ഉണ്ടായി. അപ്പോൾ രണ്ട് രാജ്യങ്ങളും അതൊരു വാശി പോലെ എടുത്ത് പരസ്പരം തർക്കം ചെയ്തു. അപ്പോൾ നേപ്പാളും ഇതിൽ തർക്കങ്ങളിലൊക്കെ പങ്കെടുത്തു. അവിടെയും ഇതൊരു വിഷയമായിരുന്നു. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തെക്ക് കിഴക്ക് ഏഷ്യ പല ഭാഗത്തും, അത് തായ്ലൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കംബോഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്തോനേഷ്യ ആയിക്കോട്ടെ, അവർക്കൊക്കെ അവരുടേതായ വെർഷൻ ഓഫ് രാമായണം ഉണ്ട്. അപ്പോൾ അവിടെ അതൊക്കെ ഒരു കൾച്ചറൽ സിമ്പിളായിട്ട് ഇപ്പോഴും ഉണ്ട്. അത് ചിലത് ഇപ്പോൾ ബുദ്ധിസ്റ്റ് രാജ്യങ്ങളാണ്, ചിലത് ഇപ്പോൾ ഇന്തോനേഷ്യയൊക്കെ മുസ്ലിം രാജ്യമാണ്. എങ്കിലും ഈ രാമായണമൊക്കെ അവരുടെ കൾച്ചറിനെ വളരെ ഡീപ്പായിട്ട് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് രാമായണത്തിൽ രാമനെ മാത്രമല്ല, ചില ആൾക്കാർ രാവണനെ ഹീറോ ആയിട്ട് കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു നൂറ്റാണ്ടായിട്ട് അവിടുത്തെ ഒരു രാഷ്ട്രീയ ചിന്താഗതിയാണ് ദ്രവീഡിയൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ്. അപ്പോൾ അത് പഴയ ദ്രവീഡിയൻ മൂവ്മെൻറ്റിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന DMK ദ്രാവിഡ മുന്നേറ്റ കഴകമൊക്കെ ഉണ്ടായത്. അപ്പോൾ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബേസിക് ബിലീഫ് തന്നെ അവർ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ ആര്യൻ ഇൻവേഷൻ ഉണ്ടായിരുന്നൊരു തിയറി അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ ഇൻവേഷനാണോ ആര്യൻ മൈഗ്രേഷനാണോ, ഇതുണ്ടായിട്ടുണ്ടോ, ഇത് എത്രമാത്രം ഇതാണെന്നുള്ളത് ഇപ്പോഴും തർക്കങ്ങളുണ്ട്. അപ്പോൾ എനിവേ അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ വേറെ ഒരു ഹിസ്റ്റോറിക്കൽ ഡിബേറ്റ്സ് ആണ്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ ദ്രാവിഡ പാർട്ടിയുടെ വ്യൂവിൽ അവർ രാമനെ കാണുന്നത് ഒരു അപ്പർ കാസ്റ്റ് ഒരു ഇൻവേഡർ ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അവരതിൽ ഹീറോ ആയിട്ട് കാണുന്ന രാവണനെയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ അതിപ്പോൾ ഫ്രിഞ്ചാന്ന് പറയാം, വളരെ ചെറുതാണെങ്കിലും ചില കക്ഷിയുടെ അവിടെ നമ്മൾ ഈ രാമലീല ദസറ നടത്തുമ്പോൾ രാവണലീല നടത്തും. അപ്പോൾ അങ്ങനെ ഇന്ത്യക്കകത്ത് തന്നെ ഒരു രണ്ട് രീതിയിലുള്ള ഓപ്പോസിറ്റ് ആയുള്ള വിശ്വാസങ്ങൾ വളരെ ഡൈവേഴ്സ് ആയിട്ട് കാണുന്നത്. കാരണം ബാക്കി ഇന്ത്യയുടെ ഭാഗങ്ങളിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ, ഉത്തർപ്രദേശിൽ, ഹരിയാനയിൽ ഒക്കെ ഈ രാമനവമി ദസറയൊക്കെ ആഘോഷിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഓപ്പോസിറ്റാണ്. ഇനി ഏറ്റവും ട്വിസ്റ്റാണ് നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവണൻ എവിടത്തുകാരനാണ്, ലങ്കക്കാരനാണ്. അപ്പോൾ ശ്രീലങ്കയിൽ പ്രത്യേകിച്ച് അവിടുത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം സിംഹളർ ബുദ്ധമതക്കാരാണ്. അപ്പോൾ അവർ കാണുന്നത് രാവണനെ അവരുടെ ഒരു ദേശീയ ഹീറോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അവര് രാമനെ കാണുന്നത്, ഇപ്പം ഇന്ത്യക്കാർ രാമനെ കാണുന്നത് മര്യാദ പുരുഷോത്തമനൊക്കെ ആയിട്ടാണ്, മഹാനായ രാജാവാണെങ്കിൽ അവർ രാമനെ കാണുന്നത് ഒരു ഇന്ത്യൻ അധിനിവേശക്കാരനായിട്ടാണ്. എന്നിട്ട് അവരുടെ ദേശീയ നേതാവായിട്ട് കാണുന്ന രാവണനെയാണ്. അപ്പോൾ അവിടുത്തെ പല സിംഹള ഗ്രൂപ്പുകളും രാവണനെ ഇതായിട്ട് പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. ശ്രീലങ്കയിൽ പല ടൂറിസ്റ്റ് സ്ഥലങ്ങൾക്കും രാവണനുമായിട്ട് വളരെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള പല രചനകളും ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ പണ്ട് കാലത്ത് ചോള ചക്രവർത്തിമാര് ശ്രീലങ്കനെയൊക്കെ ആക്രമിച്ചപ്പോൾ ആ ചോള ചക്രവർത്തിമാർ സ്വയം പറഞ്ഞിരുന്നത് അവര് ഈ രാമനും ഹനുമാന്റെ പടവുപോലെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ശ്രീലങ്കയിലെ ദേശീയവാദികൾ ഇപ്പോൾ രാവണനെ കാണുന്ന അവരുടെ ഹീറോ ആയിട്ടാണ്. അപ്പോൾ അവരുടെ ഹീറോയിസം വെറുതെ അല്ല, അവരിപ്പോൾ കുറച്ചു കാലം മുമ്പ് വിട്ടൊരു സാറ്റലൈറ്റിന് അവരിട്ട പേര് രാവണ എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, രാവണൻ ഈ രണ്ട് കഥാപാത്രങ്ങളും ഈ രാമായണവും ദക്ഷിണേഷ്യയിലും തെക്ക് കിഴക്ക് ഏഷ്യയിലൊക്കെ സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും ഭയങ്കര ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസവും രേഖപ്പെടുത്തുക. ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക.